സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം ആദ്യം മുതലുള്ള വാക്യം വായിക്കുകയാണ്. ബൈബിളുള്ളവർ വായിക്കുക, അല്ലാത്തവർ ശ്രദ്ധിക്കൂ. അവൻ ഗെനസരേത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കയിൽ 2 പടക് കരയ്ക്കു അടുത്തു നിൽക്കുന്നത് അവൻ കണ്ടു. ശ്രദ്ധിക്കുക, യേശുക്രിസ്തു ഈ ലോകത്തിൽ ആയിരുന്നപ്പോൾ അവനൊരു ആശ്രമം പണിതുകൊണ്ട് ഭക്തന്മാരെ വരിക എന്ന് പറഞ്ഞില്ല. ജനങ്ങൾ താമസിക്കുന്നതായ ഇടങ്ങളിലേക്ക് അവൻ കടന്നു ചെന്നിട്ട് സ്വർഗത്തെക്കുറിച്ച് പ്രസംഗിക്കാനിടയായി. മനുഷ്യന് സമാധാനം കൊടുക്കുന്നതായ വിഷയങ്ങളെ ഉപദേശിക്കുമായിരുന്നു. അവൻ്റെ ഉപദേശങ്ങൾ അനേകം ആളുകൾക്ക് അനുഗ്രഹം കൊടുക്കുവാനിടയായി. ഒരിക്കൽ ഭൃത്യന്മാരെ അയച്ചിട്ട് യേശുവിനെ പോയി പിടിച്ചുകൊണ്ടുവരിക എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞു. എന്നാൽ ഭൃത്യന്മാർ വെറും കൈയോടുകൂടി മടങ്ങി വന്നു. എന്താണ് പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് മടങ്ങിപ്പോന്നു? യജമാനനെ, ആ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഇതുവരെയും സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടേയില്ല. അവനെ പിടിച്ചുകൊണ്ടുവരുവാൻ പോയതായ ഞങ്ങൾ അവൻ സംസാരിക്കുന്നത് കേട്ടിട്ട് അവന്റെ സംസാരത്തിൽ ആകൃഷ്ടനായി ഞങ്ങൾ എന്തിനാണ് വന്നത് എന്നുള്ള കാര്യം മറക്കാനിടയായി. അവന്റെ വാക്കുകളിൽ സത്യമുണ്ട്, അവന്റെ വാക്കുകളിൽ അധികാരമുണ്ട്. അവന്റെ വാക്കുകൾ വിശുദ്ധമായ വാക്കുകളാണ്. അവന്റെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹം നിറവേറ്റുന്ന വാക്കുകളാണ്. അതുകൊണ്ട് കർത്താവിന്റെ വചനം കേൾക്കാൻ അക്കാലത്ത് കൂട്ടം കൂട്ടമായിട്ട് ജനങ്ങൾ വരിക പതിവായിരുന്നു. അവർ വന്ന് തിക്കിത്തിരക്കുകയാണ്. എന്നെ തൊടുക, എനിക്ക് സൗഖ്യം നൽകുമെന്ന് പറഞ്ഞ്, എനിക്ക് വിടുതൽ നൽകണമേ, എന്നെ തൊട്ട് സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞ് തിക്കിത്തിരക്കുമ്പോൾ കർത്താവ് ഈ ജനക്കൂട്ടത്തെ കണ്ടിട്ട് അവരെയെല്ലാം തള്ളിമാറ്റൂ, അവരെ അകറ്റി മാറ്റൂ എന്ന് പറഞ്ഞോ. എന്നെ തിക്കിത്തിരക്കുന്ന എന്താണ്? ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞോ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാനിടയായി. ഈ സമയത്ത് ആ സമുദ്രത്തിന്റെ തീരത്തായിട്ട് കർത്താവ് 2 പടകുകൾ കണ്ടു. എന്താണ് കണ്ടത്? സമുദ്രതീരത്ത് എത്ര പടകുകൾ കാണും? 2 എണ്ണമേ കാണുള്ളൂ. ഒരുപാട് പടകുകളുണ്ട്, എന്നാൽ 2 എണ്ണമേ കർത്താവ് നോക്കിയുള്ളൂ. എന്തുകൊണ്ടാണ് ആ 2 പടകുകൾ കർത്താവ് നോക്കിയത്? ആ പടകുകൾ ആരുടേതാണ്? 2 പടക് കരയ്ക്ക് അടുത്തു നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻ പിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകിലുള്ള ആളുകൾ അപ്പോൾ സമുദ്രത്തിൽ പോയിട്ട് വന്നതേയുള്ളായിരുന്നു. പോയി വന്നിട്ട് അവർ എന്താണ് ചെയ്യുന്നത്? വല കഴുകുകയാണ്. എന്നാൽ 2 തോണി മാത്രമേ അവൻ കണ്ടുള്ളൂ. എന്തുകൊണ്ടാണ്? ആ തോണിയിലെ ആളുകൾ നിരാശയിലായിരുന്നു, അവർ ദുഃഖത്തിലായിരുന്നു. അതുകൊണ്ട് അവരെ കണ്ടിട്ട് അവരെ വിളിച്ചു. അതിൽ ഒരു തോണിയിൽ മാത്രമാണ് കയറിയത്. ആരാണ്? ശീമോനെ വിളിച്ചിട്ട് അതിൽ കയറിയിരുന്ന് തീരത്ത് നിന്ന് തോണി അല്പം മുൻപോട്ട് നീക്കുവാൻ വേണ്ടി പറഞ്ഞു. എന്തുകൊണ്ടാണ്? സമുദ്രതീരത്ത് മനുഷ്യർ കൂട്ടമായി നിൽക്കുന്നു, അവർ തിക്കിത്തിരക്കുകയാണ്, കൂട്ടം കൂട്ടമായി നിൽക്കുന്നു. അതുകൊണ്ട് കുറച്ച് പിറകോട്ട് മാറി ജനക്കൂട്ടത്തിന്റെ തിക്കിലും തിരക്കിലും അകപ്പെടാതെ ആ പടകിൽ കയറിയിരുന്നു കൊണ്ട് ഉപദേശിക്കുവാൻ തുടങ്ങി. വചനത്തിൽ എഴുതിയിരിക്കുന്നു, അടുത്ത വാക്യം വായിക്കാം. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ എന്താണ് പറഞ്ഞത്? പടകിനെ ആഴത്തിലേക്കു നീക്കുക, വലയിറക്കുവാനായി. ഇന്ന് ആഴമായ ഭക്തി ഇല്ല, താൽക്കാലികമായ ഭക്തി മാത്രമാണുള്ളത്. കർത്താവ് പറഞ്ഞു ആഴത്തിലേക്ക് പോവുക. 3 മാസമായിട്ട് കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു, 30 വർഷമായിട്ട് യേശുവിനെ അറിയുന്നു എന്ന് പറയുന്നു. എന്നാൽ നിന്റെ ഭക്തിക്ക് ആഴമില്ല. ആഴത്തിലേക്ക് പോകണം, ആഴത്തിലേക്ക് ഭക്തി പോകണം. ആഴമായ ഭക്തി എന്ന് പറഞ്ഞാൽ കീഴടങ്ങുന്നതാണ്, അനുസരിക്കുവാൻ പഠിക്കുന്നതാണ്. അതാണ് ആഴമായ ഭക്തി എന്ന് പറയുന്നത്. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ, 4-ാമത്തെ വാക്യം വായിക്കാം. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. എന്താണ് ഇവിടെ പറയുന്നത്?
ആഴത്തിലേക്കു നീക്കിയിട്ട് വല ഇറക്കുവീനെന്ന്. അവർ കഴുകിയ വലയില്ലേ, കഴുകിയതായ ആ വല വീശുവീനെന്ന് പറഞ്ഞു. പത്രോസ് അത് കേട്ട് പൊട്ടിച്ചിരിച്ചിരുന്നിരിക്കാം. എന്താണ് കർത്താവേ ഇത്? ഞങ്ങൾ രാത്രി മുഴുവൻ ഇവിടെ തന്നെയാണ് വല വീശിയത്. രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ച് വല വീശിയതാണ്. വളരെ കഷ്ടപ്പെട്ട് വല വീശി വലിച്ച് അങ്ങനെ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിക്കുവാനിടയായി. എന്നാൽ ഒരു മീൻ പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല. ഇപ്പോൾ നീ വല വീശാൻ വേണ്ടി വീണ്ടും പറയുകയാണോ? ഞങ്ങൾ ഇതിൽ മടുത്തുപോയിരിക്കുന്നു. വീണ്ടും നീ അതേ സ്ഥലത്തേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന് വല വീശാൻ വേണ്ടി പറയുന്നു. രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിക്കുവാനിടയായി, എന്നാൽ ഞങ്ങൾക്കൊന്നും തന്നെ ലഭിച്ചില്ല. യേശു ക്രിസ്തു ഇല്ല എങ്കിൽ, അവൻ്റെ അനുഗ്രഹം ഇല്ല എങ്കിൽ, നീ രാത്രി മുഴുവൻ അധ്വാനിച്ചാലും പകൽ മുഴുവൻ അധ്വാനിച്ചാലും ജീവിതം മുഴുവൻ നീ കഷ്ടപ്പെട്ടാലും അവസാനം നിനക്കൊന്നും തന്നെ ബാക്കി കാണില്ല. നീ എത്രമാത്രം കഷ്ടപ്പെട്ടാലും യേശു നിന്റെ ജീവിതത്തിലില്ലെങ്കിൽ നിനക്കൊന്നും തന്നെ നേടുവാൻ കഴിയുകയില്ല, ഒന്നും സാധിക്കാൻ കഴിയില്ല. നീ പണമുണ്ടെന്ന് വിചാരിക്കുന്നു, പണം നിന്നോടൊപ്പം നശിച്ചു പോകും. എന്നാൽ പണം കൊടുത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹം വാങ്ങാൻ കഴിയില്ല. നിനക്ക് പണം കൊടുത്ത് സന്തോഷം വാങ്ങുവാൻ കഴിയില്ല. പണം കൊടുത്ത് മദ്യക്കുപ്പികൾ വാങ്ങാം, മയക്കുമരുന്ന് വാങ്ങാൻ കഴിയുമായിരിക്കും, എന്നാൽ യഥാർത്ഥ സന്തോഷവും സമാധാനം വാങ്ങാൻ കഴിയില്ല. പത്രോസ് പറഞ്ഞു, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, എന്നാൽ ഒന്നും തന്നെ ഞങ്ങൾക്ക് കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിനാൽ ഞാൻ വലയിറക്കാം. ആരുടെ വാക്കിനാലാണ് വലയിറക്കുന്നത്? നിന്റെ വാക്കനുസരിച്ച്. എനിക്കിഷ്ടമില്ല, ഞാൻ അധ്വാനിച്ചു, ഞാൻ പ്രയാസപ്പെട്ടു, ഒന്നും ലഭിച്ചില്ല, എങ്കിലും നിന്റെ വാക്കിൽ വലയിറക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വലയിറക്കുവാനിടയായി. ഇപ്പോൾ എന്ത് സംഭവിച്ചെന്ന് നോക്കൂ. അവരുടെ വല പൊട്ടിപ്പോകുമാറ്. നിന്റെ വാക്കിനു ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. അത്രമാത്രം മീൻകൂട്ടം ലഭിച്ചു. നിന്റെ വാക്കനുസരിച്ച് വലയിറക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ 4 മീനെ ലഭിക്കാനിടയായി എന്നാണോ ഉള്ളത്? അല്ല, പെരുത്ത മീൻകൂട്ടം ലഭിക്കാനിടയായി. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത് വിശാലമായിട്ട് ആയിരിക്കും. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ ഇന്ന് അനുഗ്രഹമില്ല എങ്കിൽ, ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ, ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ നിനക്കൊന്നും തന്നെ നേടുവാൻ കഴിയുന്നില്ലെങ്കിൽ, എത്ര സമ്പാദിച്ചിട്ടും ബാക്കിയാവുന്നില്ല എങ്കിൽ, എത്ര അധ്വാനിച്ചിട്ടും നിനക്ക് ഫലം ലഭിക്കുന്നില്ല എങ്കിൽ, നീ യേശുവിൻ്റെ വാക്കിനെ കേൾക്കാത്തത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് നീ നടക്കാത്തത് കൊണ്ടാണ്. നിന്റെ മാതാവിൻ്റെ ഉദരത്തിൽ നീ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്നെ അവൻ കാണുവാനിടയായി. നിന്നെക്കുറിച്ചൊരു പദ്ധതി അവൻ ഒരുക്കി. അവൻ്റെ ഹിതം നീ അന്വേഷിച്ചറിഞ്ഞാൽ, അവൻ്റെ ഉദ്ദേശങ്ങൾ നീ തിരിച്ചറിഞ്ഞാൽ, അവൻ്റെ വാക്കിനെ നീ അനുസരിച്ചാൽ, നീ അനുഗ്രഹിക്കപ്പെടും. നീ അനേകർക്ക് അനുഗ്രഹമായി തീരും. നീ തന്നെ നിന്റെ ജീവിതം കൈകാര്യം ചെയ്യാൻ പരിശ്രമിച്ചാൽ, നീ തന്നെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ, ദൈവത്തെക്കാൾ അറിവുള്ളവനാണെന്ന് വിചാരിച്ചാൽ, ദൈവത്തിന് എന്തറിയാം, എനിക്ക് സകലതും അറിയാമെന്ന് നീ വിചാരിച്ചാൽ, നീ എത്ര കഷ്ടപ്പെട്ടാലും എത്ര അധ്വാനിച്ചാലും ഒരു മുഴം കൂട്ടാൻ കഴിയില്ല. ദൈവത്തിൻ്റെ കൃപയില്ലാതെ നിനക്ക് ജീവിതത്തിൽ ഒന്നും നേടുവാൻ കഴിയുകയില്ല. മനുഷ്യർ അജ്ഞാനികളായിരിക്കുന്നു, മനുഷ്യർ പാപികളായിരിക്കുന്നു, മനുഷ്യർ അഹങ്കാരികളാണ്. മനുഷ്യർ തങ്ങളുടെ ഇഷ്ടം ചെയ്തുകൊണ്ട് നഷ്ടം അനുഭവിക്കുകയാണ്. നീ ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ ഏത് ജോലി നീ ചെയ്തെന്നാലും, ഏത് വ്യാപാരം നീ ചെയ്താലും, ഏത് പ്രവൃത്തി നീ ചെയ്താലും, ഏത് വിഷയം നീ പഠിച്ചാലും, ഏത് ഇന്റർവ്യൂവിന് നീ പോയാലും, ഏത് എക്സാം നീ എഴുതിയാലും പറയണം, കർത്താവേ, നിന്റെ ഹിതപ്രകാരം എന്നെ നടത്തണമേ. നീ പോകാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്റർവ്യൂവിന് പോകുന്നത്. നീ പറഞ്ഞതുകൊണ്ടാണ് ഈ വ്യാപാരം ഞാൻ ചെയ്യുന്നത്. നീ എഴുതാൻ പറഞ്ഞതുകൊണ്ടാണ് ഈ എക്സാം ഞാൻ എഴുതുന്നത്. എൻ്റെ ജീവിതത്തിലെ നിന്റെ ഹിതം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് ചെയ്യുക. ചോദിക്കുകയാണെങ്കിൽ 100 മടങ്ങ് പ്രതിഫലം ജീവിതത്തിൽ കാണുവാൻ കഴിയും. കർത്താവ് പറയുന്നു, എൻ്റെ വാക്ക് കേട്ടാൽ നിനക്കത് അനുഗ്രഹമാണ്. കർത്താവ് എന്നോട് സംസാരിക്കണമേ, എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള നിന്റെ ഹിതം അറിയിക്കണമേ. എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും നിന്റെ ഹിതപ്രകാരം ഞാൻ നടക്കാം എന്ന് പ്രാർത്ഥിക്കുവാൻ ശീലിക്കൂ. എനിക്ക് മനസ്സിലാകില്ല എന്തുകൊണ്ട് നീ ഇങ്ങനെ പറയുന്നുവെന്ന്. ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചൊന്നും കിട്ടിയില്ല.
ഇപ്പോഴിതാ വീണ്ടും വലയിറക്കാൻ പറയുന്നു. എനിക്കത് ഇഷ്ടമല്ല, എനിക്കതിന് മനസ്സില്ല. എന്നാൽ നീ പറഞ്ഞതുകൊണ്ട്, നിന്റെ വാക്കനുസരിച്ചുകൊണ്ട് ഞാൻ അനുസരിക്കാം. എനിക്കിഷ്ടമല്ല എങ്കിലും നിന്റെ ഇഷ്ടം ഞാൻ ചെയ്യാം. അതാണ് ഒരു ക്രിസ്ത്യാനി ചെയ്യേണ്ടത്. അതാണ് യേശുക്രിസ്തു ഗത്സമന തോട്ടത്തിൽ വെച്ച് പറഞ്ഞത്. എന്റെ ഇഷ്ടമല്ല കർത്താവേ, എങ്കിലും നിന്റെ ഇഷ്ടം തന്നെ നിറവേറുമാറാകട്ടെ. ഈ ദിവസം നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമില്ല എങ്കിൽ അതിന് ഒരേ ഒരു കാരണമാണ്. നിങ്ങൾ അധ്വാനിക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്, വളരെ കഷ്ടപ്പെട്ട് പാഠങ്ങൾ പഠിക്കുന്നു, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, സമ്പാദിക്കുന്നുണ്ട്. എന്നാൽ കഷ്ടപ്പാടല്ലാതെ ഒന്നും തന്നെ ബാക്കിയാകുന്നില്ല. ഇന്നു മുതൽ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം വേണമെന്നുണ്ട് എങ്കിൽ, നിന്റെ ജീവിതത്തിൽ നന്മ പ്രാപിക്കണമെങ്കിൽ, നിന്റെ വാക്കനുസരിച്ച് ഞാൻ വലയിറക്കാം, നിന്റെ വാക്കനുസരിച്ച് ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം, നിന്റെ വാക്കിന് ഞാൻ വില കൊടുക്കാം, നിന്റെ ഹിതം ഞാൻ ചെയ്യാം എന്ന് പറയാൻ കഴിഞ്ഞാൽ അനുഗ്രഹിക്കപ്പെടും. ജീവിതത്തിൽ നീ നിരാശപ്പെട്ടിരിക്കുകയാണോ? ദൈവം ഒരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യുക. എൻ്റെ വാക്കിനെ അനുസരിക്കൂ, എൻ്റെ ഹിതം ചെയ്യുക. നിന്റെ ജീവിതത്തിൽ അത്ഭുതം കാണുവാനിടയാകും. നീ യോഗ്യനായിട്ട് മാറും. കർത്താവിൻ്റെ സാക്ഷിയായി ജീവിക്കാൻ കഴിയും. എഴുന്നേറ്റ് നിൽക്കാം. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. വളരെ ശ്രേഷ്ഠമായ സമയമാണ്. അല്പസമയം നാം പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യയിലുണ്ട്. എല്ലാ വ്യക്തികളും 2 കരങ്ങളും ഉയർത്തിക്കൊണ്ട് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഈ സന്ദേശത്തിന്റെ അവസാനം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ നാമത്തിൽ കൂടി വന്നിരിക്കുന്ന സകല മക്കളെയും നീ ദർശിക്കണമേ. ആ ദിവസം 2 പടകുകളും കണ്ട് അവയെ നിറച്ചതായ ദൈവമേ, ഈ ദിവസം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ ഒന്ന് നോക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിലുള്ളതായ ശൂന്യതയെ നീ ഒന്ന് നോക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലുള്ളതായ നിരാശയുടെ അനുഭവത്തെ കാണണമേ. നിന്റെ സന്തോഷത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ നിറയ്ക്കണമേ. നിന്റെ നന്മകളാൽ ഞങ്ങളുടെ ജീവിതങ്ങളെ നീ നിറയ്ക്കണമേ യേശുവേ. ഈ ദിവസം ശൂന്യതയിലും കുറവിലുമായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളതായ വാക്ക് അക്ഷരാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിൽ നിറവേറുവാൻ സഹായിക്കണമേ. കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് ദുഃഖത്തിലായിരിക്കുന്നതായ, അപമാനത്തിനിരയായിക്കൊണ്ടിരിക്കുന്ന, ഇനി എനിക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുകയില്ല എന്ന വാക്ക് കേട്ട് നിരാശയിലായിരിക്കുന്നവരുടെ ഗർഭപാത്രത്തെ കർത്താവേ നീ അനുഗ്രഹിക്കണമേ. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ എന്ന നിന്റെ വചനം അനുസരിച്ചുകൊണ്ട് വരുന്ന വർഷം ഒരു കുഞ്ഞുമായിട്ട് വരുമ്പോൾ പറയാൻ കഴിയണം, കർത്താവിൻ്റെ വാക്ക് കേട്ടു, എനിക്കൊരു കുഞ്ഞിനെ നൽകിയെന്ന് പറഞ്ഞ് സാക്ഷ്യം പറയാൻ സഹായിക്കണമേ. നിന്റെ ഹിതമില്ലാതെ ഞാൻ അധ്വാനിക്കുന്നു, നിന്റെ ഹിതമല്ലാതെ ഒരുപാട് ഞാൻ കഷ്ടപ്പെടുന്നു, നിന്റെ ഹിതമില്ലാതെ ഒരുപാട് പരിശ്രമങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, എന്നാൽ ഒന്നും നേടുവാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നിന്റെ ഹിതപ്രകാരം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ അപ്പാ. നിന്റെ വാക്കിന് വില കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ വ്യക്തികളെയും നീ അനുഗ്രഹിക്കുമാറാകണമേ. നിന്റെ കരങ്ങൾ നീട്ടിക്കൊണ്ട് എല്ലാ വ്യക്തികളെയും സ്പർശിച്ച് സമാധാനത്തോടുകൂടി കടന്നു പോകൂ. നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് നിന്റെ വാഗ്ദാനവുമായി കടന്നു പോകാൻ സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവനേസത്തിൻ ദർശനം
യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ